next is design of IIR filter using bilinear transformation. ഇപ്പൊ നമ്മൾ IIR ഫിൽറ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു IIR ഫിൽറ്റർ ഡിസൈൻ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന്. സെക്കൻഡ് മെത്തേഡ് ആണ് എന്ത്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു അനലോഗ് ലീനിയർ ഫിൽറ്റർ സിസ്റ്റം ഫംഗ്ഷൻ HA തന്നിട്ടുണ്ട്. അതായത് ഒരു അനലോഗ് ഫിൽറ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വെക്കാം. അപ്പൊ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സിസ്റ്റം ഫംഗ്ഷൻ ആണ് HA. ഇത് ഫ്രീക്വൻസി ഡൊമൈനിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇൻപുട്ട് X ആയിരിക്കും, ഔട്ട്പുട്ട് എന്താണ്? Y. അപ്പൊ ഈ സിസ്റ്റം ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ബൈ ഇൻപുട്ട് ഫംഗ്ഷൻ ഈക്വൽ ടു B ബൈ S പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. SY plus AY equal to BX. S into Y plus A into Y plus BX. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ ഇക്വേഷന്റെ ഇൻവേഴ്സ് എടുക്കുകയാണ്. അപ്പൊ ഇത് ഫ്രീക്വൻസി ഡൊമൈനിൽ കിടക്കുക. എസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ഡൊമൈൻ. ഇൻവേഴ്സ് എടുക്കാം. അപ്പൊ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും SY ഇൻവേഴ്സ് എന്താണ്? dy by dt. dy of t by dt plus a constant ആണ് y of s ന്റെ ഇൻവേഴ്സ് y of t, b constant ആണ് x of s ന്റെ ഇൻവേഴ്സ് x of t. അപ്പൊ dy by dt യുടെ ഇൻവേഴ്സ് എന്താണ്? sy of s ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് df of t by dt is equal to sf of s minus f of 0 എന്നാണ്. ഇനിഷ്യൽ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ sf of s ആ ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ sf of s ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? d by dt. So sy of s is dy by dt plus ay of t equal to bx of t. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ എഴുതി. y of t equal to integral t0 to t y dash of tau plus y of t no. അപ്പൊ ഇന്റഗ്രൽ ഇതും. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് പല മെത്തേഡ് ഉണ്ട് അല്ലേ? അതിൽ ഒരു മെത്തേഡ് വെച്ച് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതി. y of t equal to നമ്മൾ എന്താണ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് ദെൻ രണ്ടും കൂടെ ചേർത്തിട്ട് PID കണ്ടുപിടിക്കും. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ജനറൽ സൊല്യൂഷൻ y of t equal to t0 to t y dash of tau plus y of t0 എന്ന്. ഇതാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. ദെൻ നമ്മൾ ഈ ഇക്വേഷനെ ട്രപ്പിസോയിഡൽ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് സാമ്പിൾസ് ആക്കുകയാണ്. അതായത് രണ്ട് പോയിന്റ്സ് എടുക്കുക. അപ്പൊ T0 എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ NT യും T0 എന്ന് പറഞ്ഞാൽ NT മൈനസ് T. അതായത് അടുത്തടുത്തുള്ള രണ്ട് സാമ്പിൾ പോയിന്റ്സ് എടുത്തു ട്രപ്പിസോയിഡൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ലോവർ ലിമിറ്റ് NT മൈനസ് T യും തൊട്ടടുത്ത ഇന്റർവെല് T എന്ന് പറഞ്ഞാൽ NT യും അങ്ങനെ നമ്മൾ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ബൈ ട്രപ്പിസോയിഡൽ ഫോർമുല ഫോർ ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതാം. y of t equal to ലിമിറ്റിന്റെ ഡിഫറൻസ് എടുക്കുക. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് നമ്മൾ ടിക്ക് NT ആണ് കൊടുത്തത് അല്ലേ? മൈനസ് ലോവർ ലിമിറ്റ് എന്ത് വരും? NT മൈനസ് T ബൈ നമ്മൾ രണ്ട് ഇന്റർവെൽ ആണ് എടുത്തത് ബൈ 2. രണ്ട് ഇന്റർവെൽ എടുക്കുമ്പോഴത്തേക്കും ട്രപ്പിസോയിഡൽ ഫോർമുല അനുസരിച്ച് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, അതായത് അപ്പർ ലിമിറ്റ് ഇടുന്ന ടേമും ലോവർ ലിമിറ്റ് ഇടുന്ന ടേമും മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? അപ്പർ ലിമിറ്റ് ഇടുമ്പോഴത്തേക്കും y dash of NT, then ലോവർ ലിമിറ്റ് ഇടുമ്പോഴത്തേക്കും y dash of NT മൈനസ് T. then remaining എന്തുണ്ട്?
പ്ലസ് വൈ ഓഫ് t0. t0 ഇത് ഇന്റഗ്രലിന് പുറത്താണ്. അപ്പൊ ഇത് വൈ ഓഫ് t0, അതിന്റെ വാല്യൂ എന്താണ്? nt മൈനസ് ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ട്രപ്പിസോയിഡൽ ഫോർമുല ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അങ്ങോട്ടേക്കും പോകുന്നില്ല. അപ്പൊ ഇത്രയും ഓർക്കുക. നിങ്ങൾ ലോവർ ലിമിറ്റിന് nt മൈനസ് ടി 2 പോയിന്റ്സ് എടുത്തു, അപ്പർ ലിമിറ്റ് nt കൊടുത്തു. അതായത് നമ്മൾ സാമ്പിൾ ചെയ്യുവാണ്. ടിക്ക് nt കൊടുത്ത് സാമ്പിൾ ചെയ്യാണ്. നമ്മൾ ഇമ്പൾസ് ഇൻവേരിയന്റ് ചെയ്ത പോലെ സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇന്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ട്രപ്പിസോയിഡൽ ഫോർമുല ഉപയോഗിച്ച് അതിനെ ഒരു ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പം ഇത്രയും ഓർക്കുക. ലോവർ ലിമിറ്റ് nt മൈനസ് ടി, അപ്പർ ലിമിറ്റ് nt. അപ്പം ട്രപ്പിസോയിഡൽ ഫോർമുല അനുസരിച്ച് ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ദെൻ ഈ ടേമിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, ദെൻ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, അത് ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് ട്രപ്പിസോയിഡൽ ഫോർമുല. റിമൈനിങ് ടേം അതുപോലെ എഴുതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതുകയാണ്. dy ഓഫ് ടി എന്ന് പറഞ്ഞാൽ dy ഓഫ് ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? y ഡാഷ് ടി അല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഫ്രം ഇക്വേഷൻ 2 y ഡാഷ് ടി നമുക്ക് എങ്ങനെ എഴുതാം? y ഡാഷ് ടി ഈക്വൽ ടു dx ഓഫ് ടി മൈനസ് ay ഓഫ് ടി. ഓക്കെ ആണല്ലോ. ഇനി ടിക്ക് പകരം ഞാൻ nt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതെല്ലാം സാമ്പിളിങ്ങിന്റെ പ്രോസസ്സാണ്. അനലോഗിനെ ഡിജിറ്റൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. y ഡാഷ് ഓഫ് nt b ഓഫ് x ഓഫ് nt മൈനസ് ay ഓഫ് nt. ഓക്കെ ആണല്ലോ. ഇനി nt മൈനസ് ടി എന്നുള്ള ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ടി ഈക്വൽ ടു nt മൈനസ് ടി. അപ്പൊ എന്ത് വരും? y ഡാഷ് ഓഫ് nt മൈനസ് ടി ഈക്വൽ ടു bx ഓഫ് nt മൈനസ് ടി മൈനസ് ay ഓഫ് nt മൈനസ് ടി. ഓക്കെ. അപ്പം ജനറലായിട്ട് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ. ദെൻ നമുക്ക് y ഓഫ് ഇതിനകത്തും nt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബേസിക് ഇക്വേഷനകത്ത്. ഇവിടെ വരെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? y ഡാഷ് എൻ ടിക്ക് വരെ ഇത് കിട്ടി, y ഡാഷ് എൻ ടി മൈനസ് ടിക്ക് വരെ ഇത് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാണ്? y ഓഫ് എൻ ടിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് മുമ്പായിട്ട്. എൻ ടി മൈനസ് എൻ ടി പ്ലസ് 2 ബൈ y ഡാഷ് എൻ ടി പ്ലസ് y ഡാഷ് എൻ ടി മൈനസ് ടി പ്ലസ് y ഓഫ് എൻ ടി മൈനസ് ടി. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യാം? y ഡാഷ് എൻ ടിയുടെയും y ഡാഷ് എൻ ടി മൈനസ് ടിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഡാഷ് എൻ ടി എന്താണ്? bx of nt minus ay of nt plus bx of nt minus t minus ay of nt minus. y dash nt യുടെയും y dash nt minus t യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബാക്കി റിമൈനിങ് ഈ ടേം. ഓക്കെ ആണല്ലോ. ദെൻ ഞാൻ t/2 അതുപോലെ എഴുതി. ദെൻ ഇവിടെ വരുന്നതിനെ ഒന്ന് ജനറലൈസ് ചെയ്തു. nt എന്നുള്ളതിനെ n ആയിട്ട് തന്നെ എടുത്തു. bx of n minus ay of n plus bx of n minus 1 minus ay of n minus 1 plus y of n minus 1. അപ്പോൾ ഇതിനകത്ത് നിന്നെല്ലാം t കോമൺ എടുത്തു, എന്നിട്ട് ജനറലൈസ് ചെയ്തു. nt മൈനസ് 1 അത് നമ്മൾ എൻ ടിക്കാണല്ലോ എപ്പോഴും n എന്ന് കൊടുക്കുന്നത്. സാമ്പിൾ ചെയ്യുമ്പം എൻ ടിക്കാണ് എപ്പോഴും n എന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതി. ഇപ്പൊ n മൈനസ് 1t ആകുമ്പോൾ n മൈനസ് 1, n മൈനസ് 1t ആകുമ്പോൾ ഇവിടെ n മൈനസ് 1, n മൈനസ് 1 ഇൻറ്റു ടിക്ക് വരെ ഇവിടെ n മൈനസ് 1. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ y ഓഫ് n ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും x ഓഫ് n ടേംസ് എല്ലാം റൈറ്റ് സൈഡിലും എഴുതുകയാണ്. അപ്പം y ഓഫ് n ഇവിടെ എന്തൊക്കെയുണ്ട്? ay ഓഫ് n t/2 ആണ്. അപ്പൊ ഇപ്പുറത്ത് വരുമ്പം t/2 ay ഓഫ് n. പിന്നെ y ഓഫ് n ടേം ഏതാ ഉള്ള? ay ഓഫ് n മൈനസ് 1 അല്ലേ? ഇപ്പുറത്ത് വരുമ്പം പ്ലസ് t/2 ay ഓഫ് n മൈനസ് 1. പിന്നെ ആരാ ഉള്ള? പിന്നെ ഒരു പ്ലസ് y ഓഫ് n മൈനസ് 1 ഉണ്ട്. അത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് y ഓഫ് n മൈനസ്. ഇനി എക്സിന്റെ ടേംസ് ആരൊക്കെയാ? bt/2 x ഓഫ് n പ്ലസ് ഇപ്പൊ x ഓഫ് n ടേംസ് bt/2 x ഓഫ് n. പിന്നെന്താ ഉള്ള? പ്ലസ്
bt/2 x ഓഫ് n മൈനസ്. ഓക്കെ ആണല്ലോ. ഞാൻ കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിനകത്ത് എന്താ y ഓഫ് n കോമൺ ആണല്ലേ. y ഓഫ് n ഇൻറ്റു at/2 പ്ലസ് 1. ഇതിനകത്ത് y ഓഫ് n മൈനസ് 1 കോമൺ ആണല്ലേ. സോ y ഓഫ് n മൈനസ് 1 ഇൻറ്റു at/2 മൈനസ് 1 ഈക്വൽ ടു, ഇതിനകത്ത് കോമൺ ഒന്നുമില്ല, സോ bt/2 x ഓഫ് n പ്ലസ് bt/2 x ഓഫ് n മൈനസ്. നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാൻ പോവാണ്, ഇസഡ് ട്രാൻസ്ഫോം എടുക്കുക ബോത്ത് സൈഡ്സിൽ. ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടും, at/2 പ്ലസ് 1 കോമൺ ആണ്. സോ at/2 പ്ലസ് 1 സോറി കോൺസ്റ്റന്റ് ആണ്. y ഓഫ് n ഇസഡ് ട്രാൻസ്ഫോം എന്ത് വരും, ഇസഡ്. ടേക്കിംഗ് ഇസഡ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് പ്ലസ് at/2 മൈനസ് 1 ഇൻറ്റു y ഓഫ് n മൈനസ് 1 എന്ത് വരും, ഇസഡ് ഇൻവേഴ്സ് y ഓഫ് z ഈക്വൽ ടു bt/2 x ഓഫ് z പ്ലസ് bt/2 z ഇൻവേഴ്സ് x ഓഫ് z. x ഓഫ് n മൈനസ് 1 എന്ത് വരും, എന്താണോ ഡിലേ അത് ഇസഡിൻ്റെ പവർ ആയിട്ട് വരും, ഇസഡ് ഇൻവേഴ്സ് x ഓഫ് z. ഇനി നമുക്ക് y ഓഫ് z കോമൺ എടുക്കാം. y ഓഫ് z കോമൺ എടുക്കുമ്പോഴത്തേക്കും at/2 പ്ലസ് 1 പ്ലസ് at/2 മൈനസ് 1 z ഇൻവേഴ്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് x ഓഫ് z കോമൺ എടുക്കാം, bt/2 പ്ലസ് bt/2 z ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ y ഓഫ് z ബൈ എക്സ് ഓഫ് z കണ്ടുപിടിക്കാൻ പോവാണ്. y ഓഫ് z ബൈ എക്സ് ഓഫ് z എന്ത് വരും, ഇവിടുന്ന് രണ്ടിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റിയും കൂടെ കോമൺ എടുക്കാം അല്ലേ. bt/2 ഇൻറ്റു 1 പ്ലസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് വരും, ഒരു ജനറലൈസ് ചെയ്യുമ്പോൾ 1 പ്ലസ് at/2, ഇവിടെ ഒരു മൈനസ് പുറത്തെടുത്താൽ 1 മൈനസ് at/2 എന്ന് എഴുതാം അല്ലേ, z ഇൻവേഴ്സ്. ഓക്കെ, അപ്പം y ഓഫ് z ബൈ എക്സ് ഓഫ് z കണ്ടുപിടിച്ചു. എക്സ് ഓഫ് z ഇങ്ങോട്ട് എഴുതി, ഇത് bt/2 രണ്ടിൽ നിന്ന് കോമൺ എടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, bt/2 ഇൻറ്റു 1 പ്ലസ് z ഇൻവേഴ്സ്, ഇവിടെ 1 പ്ലസ് at/2, ഇവിടെ 1 മൈനസ് ഫോമിലാക്കാൻ ഈ മൈനസ് ഒന്ന് കോമൺ എടുത്തപ്പോൾ 1 മൈനസ് at/2 z ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ഈ താഴത്തെ ഡിനോമിനേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. bt/2 ഇൻറ്റു, ഇപ്പം bt/2 ഇൻറ്റു 1 പ്ലസ് z ഇൻവേഴ്സ്, ബാക്കി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, 1 ഇൻറ്റു മൈനസ് 1 സോ 1 പ്ലസ് at/2 മൈനസ് z ഇൻവേഴ്സ് പ്ലസ് at/2 z ഇൻവേഴ്സ്. സോറി, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഇത് മൈനസ് സൈൻ ആണ് ഇടയ്ക്ക്, ഇൻറ്റു അല്ല, അതുകൊണ്ട് നമുക്കിത് 1 പ്ലസ് at/2 അതുപോലെ എടുത്തു. ഈ മൈനസ് 1 ഇൻറ്റു z ഇൻവേഴ്സ് മൈനസ് z ഇൻവേഴ്സ് പ്ലസ് at/2 ഇൻറ്റു z ഇൻവേഴ്സ്. ഇത് ഞാൻ അതൊന്നൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് y ഓഫ് z ബൈ എക്സ് ഓഫ് z ഈക്വൽ ടു bt/2 ഇൻറ്റു 1 പ്ലസ് z ഇൻവേഴ്സ്. ന്യൂമറേറ്റർ അതുപോലെ എഴുതി, ഡിനോമിനേറ്ററിൽ 1 മൈനസ് z ഇൻവേഴ്സ് ഒരുമിച്ച് എഴുതി, ഈ 1ഉം ഈ z. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് at/2 കോമൺ എടുത്തു. അപ്പോൾ എന്താണ്, പ്ലസ് at/2 ഇൻറ്റു, ഈ ടേമിൽ 1 വരും, ഈ ടേമിൽ z ഇൻവേഴ്സ് വരും അല്ലേ, 1 പ്ലസ് z. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് y ഓഫ് z ആയി. അപ്പം y ഓഫ് z ബൈ എച്ച് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും h ഓഫ് z. അപ്പം നമുക്ക് h ഓഫ് z ഈ ഫോമിൽ കിട്ടി. ഒന്നും കൂടെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു, bt/2 ഇൻറ്റു 1 പ്ലസ് z ഇൻവേഴ്സ് ബൈ ഒരു 1 മൈനസ് z ഇൻവേഴ്സ് കൊണ്ട് രണ്ടടിക്കുകയും ഡിവൈഡ് ചെയ്യും.
അല്ലെങ്കിൽ ഈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് താഴോട്ട് എടുക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഒരു 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ടേംസിനെയും 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴത്തേക്കും വ്യത്യാസമൊന്നും വരത്തില്ല. ബൈ 1 പ്ലസ് ഇസഡ്. അപ്പോൾ ഈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് ഇതും പോവും, ഇതും പോവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ടി ബൈ 2 ബൈ എ ടി ബൈ 2 പ്ലസ് 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ബൈ 1 പ്ലസ്. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ എച്ച് ഓഫ് ഇസഡ് ഈ ഒരു ഫോമിൽ കിട്ടും. ബി ടി ബൈ 2 ബൈ എ ടി ബൈ 2 പ്ലസ് 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ബൈ 1 പ്ലസ്. ഇവിടെ ഈ ടേമിലെ ഈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് പോവും, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ടേം കാണും, ഇവിടെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ എച്ച് ഓഫ് ഇസഡ്. നമ്മൾ ആദ്യം ഒരു എച്ച് എ ഓഫ് എസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എന്തുവായിരുന്നു? ബി ബൈ എസ് പ്ലസ് എ ഫോമിലായിരുന്നു. അതായത് മുകളിൽ ഒരു കോഎഫിഷ്യൻറ്റ്, താഴെ എസിൻ്റെ കൂടെ ഒരു കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് ഇക്വേഷൻ 4 ആണെന്നിരിക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്മൾ 1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1ഉം 4ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഇവിടെ ബിയുടെ സ്ഥാനത്ത് ബി ടി ബൈ 2 അല്ലേ. ഇവിടെ ബിയോട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ബി തന്നെ ആക്കാൻ ഈ ടി ബൈ 2 ക്യാൻസൽ ചെയ്യാം അല്ലേ. ഈ ടി ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടി ബൈ 2 അങ്ങ് പോകും. ഇപ്പോൾ ടി ബൈ 2 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടേമിൽ ടി ബൈ 2 പോവും, ഈ ടേമിൽ ടി ബൈ 2 വരും. ഇവിടെ ബൈ ടി ബൈ 2 എന്ന് പറയുമ്പോൾ 2 ബൈ ടി എന്ന് വരും. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ബി ബൈ എ പ്ലസ് 2 ബൈ ടി ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ബൈ 1 പ്ലസ് ഇസഡ്. അപ്പം ബിയുടെ സ്ഥാനത്ത് ബി തന്നെ, എയുടെ സ്ഥാനത്ത് എ തന്നെ, എസിൻ്റെ സ്ഥാനത്ത് എന്തായി? എസ് ഈസ് ഇക്വൽ ടു 2 ബൈ ടി ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ബൈ 1 പ്ലസ് ഇസഡ്. അപ്പം ഇതാണ് ഇവിടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനുള്ള ഇക്വേഷൻ. അതായത് നമ്മുടെ കയ്യിൽ ഒരു എസ് ഡൊമൈനിലുള്ള ഒരു അനലോഗ് ഫിൽട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിജിറ്റൽ ആക്കാൻ എസിന് അവർ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 2 ബൈ ടി ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ബൈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ എസിനെ ഇങ്ങനെ ഇസഡ് ആക്കുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണെന്ത്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ ആണല്ലോ.